ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മല്ലാത്ത് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കിലായി പോയി. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനിയിപ്പോൾ ശരി വീഡിയോ ഇടാൻ തീരുമാനിച്ചു. ശരി, ഇപ്പോൾ ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ശരി, അതിന് വേണ്ടിയുള്ള ചേരുവകൾ എന്തെന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഈ ബോണൊക്കെ എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അത് ആദ്യം തന്നെ നമുക്കത് ഫ്രൈഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ട ചേരുവകൾ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, ഇഞ്ചി പൂണ്ട് പേസ്റ്റ്, കോൺഫ്ലവർ മാവ്, ഉപ്പ്, അങ്ങനെ എല്ലാ ചേരുവകളും ചേർത്ത് നല്ലപോലെ കുഴച്ച് കുറച്ച് നേരം അത് നല്ലപോലെ ഊറാൻ വെക്കണം. ഊറാൻ വെച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മളതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ ബാസ്മതി റൈസ് ഇട്ടിട്ട് ബാസ്മതി റൈസ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് ചോറായിട്ട് വേവിച്ചെടുത്ത് തനിച്ച് വെച്ചിട്ട് പിന്നെ ഇതിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് ചിക്കൻ ഫ്രൈഡ് റൈസ്. പിന്നെ ആദ്യം തന്നെ നമുക്കിത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ 200 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ ഒരു അര സ്പൂൺ ഇട്ട് കൊടുത്തു. മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺസിൽ 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ മാവ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുഴച്ച് കൊടുക്കാം. കളർ മാവ് വേണമെങ്കിൽ ഇടാം കേട്ടോ, ഞാൻ ഇട്ടിട്ടില്ല. നമുക്ക് കളറ് നല്ലപോലെ തോന്നിക്കണമെന്നുണ്ടെങ്കിൽ കേസരി കളർ പൗഡർ മാവോ എന്തെങ്കിലും ചേർക്കാം കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ വെറുതെ ഇത് മാത്രം ചെയ്യണം. പൗഡറൊന്നും ഇട്ടിട്ടില്ല. കുഴച്ച് വെച്ചു. ഇനി ഇതിന് ഒരു അരമണിക്കൂർ നല്ലപോലെ ഒന്ന് ആ ഉപ്പും മുളകും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് ഇതിനെ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. അതിൻ്റെ മുൻപായിട്ട് ഞാനിപ്പോൾ റൈസ് വേകാൻ വെച്ചിട്ടുണ്ട്. അതിനെ നല്ലപോലെ വേവിച്ച് വാർത്തെടുക്കാം. അധികം വേവാതെ വാർത്തെടുത്ത് തനിച്ച് ആറാൻ വയ്ക്കാം. നമ്മൾ ചിക്കൻ വന്നിട്ട് ആദ്യം തന്നെ നമുക്കിത് ഒരു അരമണിക്കൂർ നല്ലപോലെ ഊറാൻ വെച്ചു. ഇനി അത് ഉപ്പും മുളകൊക്കെ പിടിച്ച് കാണും. ഇപ്പോൾ നമ്മളതിനെ വറുത്തെടുക്കാം, പൊരിച്ചെടുക്കാം. ഇപ്പം ഞാൻ ചിക്കൻ നല്ലപോലെ ഫ്രൈഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് വെജിറ്റബിൾസ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് ചെറുതായിട്ട് കഷ്ണിച്ച് അതും വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം, ബീൻസ്, പിന്നെ മുട്ട ഒരു 2 എടുത്ത് വെച്ചിട്ടുണ്ട് അടിച്ച്, പിന്നെ സോയാ സോസ്, വിനീഗർ, പിന്നെ ഗരം മസാല, പെപ്പർ പൗഡർ, ചില്ലി പൗഡർ. ഇത്രയും സാധനങ്ങളാണ് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അരി നല്ലപോലെ വേവിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട്, ആറാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ട് ഈ ചിക്കൻ ഫ്രൈഡ് ആക്കിയ ഓയിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 2, 3, 4, 5 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു
3 പച്ചമുളക്, അതിൻ്റെ കൂടെ 2 ചെറിയ സവാള, നല്ലപോലെ ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മളൊരു 2 മുട്ട ഇതാക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിത് ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, ബീൻസ് ഇട്ട് കൊടുക്കാം, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നല്ലപോലെ കൂട്ടി ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതിലിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. റൈസ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അര സ്പൂൺ ചില്ലി പൗഡർ, ഗരം മസാല പൗഡർ 1 സ്പൂൺ, പെപ്പർ പൗഡർ 1 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, സോയാ സോസ്, വിനീഗർ ആവശ്യത്തിന്. നമ്മളെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നല്ലപോലെ എല്ലാം കൂട്ടി യോജിപ്പിച്ചു. ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയായി. നമുക്ക് ടേസ്റ്റ് ഉണ്ടോയെന്നൊന്ന് നോക്കാം. എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഉപ്പ് പുളി എല്ലാം നന്നായിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് എനിക്ക് കമൻസ് അറിയിക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു. ഇനി അടുത്തൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.